നമസ്കാരം, ശല്യൻ്റെ കൂട്ടുകാരി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് മുഴുവനോടെയുള്ളൊരു കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത് എങ്ങനെയാണ് നന്നാക്കണേന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതേ കണ്ട കക്ക കണ്ട ഇങ്ങനെ ഫുള്ള് തോടോട് കൂടിയുള്ള കക്കയാണ് കേട്ടോ ഇത്. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കക്കയില്ല, ഈ തോടോട് കൂടിയുള്ളത്. അതിങ്ങനെ മറ്റേ വേവിച്ച് ഇങ്ങനെ ഇതായിട്ട് വന്ന കക്കയുള്ളൂ. ഇത് കണ്ട നല്ല ഫ്രഷായിട്ടുള്ള കക്ക. ഇതിനെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് കഴുകിയെടുത്തിട്ട് 5-6 പ്രാവശ്യം കഴുകണം കേട്ടോ. എന്നിട്ട് നമ്മളതിനെ ആവി കയറ്റണം. ഇതേ കണ്ട കലത്തിലോട്ട് ഇട്ട് കൊടുത്തു. ആവി കയറ്റുമ്പോഴേക്കും ഒരു 10 മിനിറ്റൊക്കെ ആവി കയറ്റുമ്പോഴേക്കും ഇത് നല്ല പോലെ പൊട്ടി വിടർന്ന് വരും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വാരിയിടുകയാണ് കേട്ടോ. അതിനകത്തോട്ട് വാരിയിട്ട് വെറുതെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് നല്ല ഇതായിട്ട് പൊട്ടി വിടർന്ന് വന്നോളൂ. വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. ഈ വെള്ളം ഉണ്ടല്ലോ, എന്നിട്ട് ഇവിടെയൊക്കെ കറിയായിട്ട് ഉപയോഗിക്കുവേ. ഞാനൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. അപ്പോൾ അതേ നമ്മൾ വെള്ളം ഒഴിക്കാതെ കലത്തിൽ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ്, എന്നിട്ട് മൂടി വെക്കണേ. നമ്മളിത് മൂടി വെച്ച് ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് വയ്യ തിളയൊക്കെ വന്ന് കണ്ട വെള്ളം വന്നുകൊണ്ടിരിക്കണ കണ്ട. വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, ആവിയൊക്കെ വന്നിട്ട് നന്നായിട്ട് വെള്ളം വന്നു തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇതേ കണ്ടോ പയ്യെ പൊട്ടി തുടങ്ങി. അപ്പോൾ ഞാനതിനെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടാണ്. ഇളക്കി വെച്ച് കൊടുത്തതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമില്ലല്ലോ, അപ്പോൾ അത് മോളിൽ കിടക്കണേ ആവാൻ താമസം വരും. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ ഒന്ന് ഇളക്കിയെന്നുള്ളൂ. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഫുള്ള് പൊട്ടി വന്നോളൂ. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഒന്നും കൂടി അതിനെ മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ള് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. വേണ്ട നല്ല രസമാണ് കേട്ടോ അതങ്ങനെയൊക്കെ ആയി വന്നെ കാണാനായിട്ട്. ഇങ്ങനെ തന്നെ അതിങ്ങനെ പൊട്ടി വരും കണ്ട. ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ പൊട്ടി ഈ പോപ്കോണൊക്കെ പൊട്ടി വന്നോലും കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വരും കണ്ട. ഫുള്ള് പൊട്ടി വന്നു. നമ്മളതിനെ വേറൊരു പാത്രത്തിലോട്ട് കമത്തിയിട്ടാം. ഇനി നമുക്കതിനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കണം. അപ്പം ഞാനതിൻ്റെ ആ വെള്ളം ഇതിലോട്ട് കമത്തണതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ നല്ല വെള്ളം ഇത്തിരി ഊറ്റിയെടുത്തിട്ടാണ് കാണിച്ചു തരാവേ. കറിയാക്കാനുള്ള വെള്ളം കണ്ട ഫുള്ള് പൊട്ടി വന്നേക്കണം കണ്ട. ഇതേ ഇങ്ങനെ ഇരിക്കും ആ വെള്ളം, ഈ കളറായിരിക്കും ഇതിന്. ഭയങ്കര ഗുണമുള്ള വെള്ളമാണെന്നാണ് പറയണേ. അതിൻ്റെ ആ ഇതൊക്കെ ചെറിയൊരു ഉപ്പ്, എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഇത് വെറുതെ ഒന്ന് തൊട്ട് നോക്കി, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന്. കുറേ എണ്ണത്തിൻ്റെ ഇങ്ങനെ കണ്ട വിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. വിട്ട് അതേന്ന് പോരാത്തതിനെ നമ്മളിങ്ങനെ പറിച്ചെടുക്കും കണ്ട. നല്ല രസമാണ് കേട്ടോ. നമ്മൾ മറ്റേ കക്ക ചെയ്യുമ്പോൾ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇത്രയും നമുക്കൊരു ഇത് എന്നാ പറയണേ, ഒരു ഇത് തോന്നിയല്ല. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു രസം തോന്നും. സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 2 എണ്ണം അപ്പുറവും ഇപ്പുറമൊക്കെ വന്ന് നിന്ന് സഹായിക്കുന്നുണ്ട്. പറിച്ചെടുക്കുക കേട്ടോ കണ്ട, വലിച്ച് പറിച്ച് നല്ല രസം അത് പറിച്ചെടുക്കാൻ കണ്ട. ആ കക്ക തോടും നല്ല രസമാണ് കേട്ടോ, പക്ഷെ അത് ശരിക്കും വേസ്റ്റാണ്. എന്നിട്ട് പറിച്ചെടുത്ത് കണ്ടോ ഒരെണ്ണം പൊട്ടാത്ത ഞാൻ പൊട്ടിച്ചൊക്കെയാണ്. പൊട്ടല്ല കത്തി എടുത്ത് നോക്കാം. ഒരു 3-4 എണ്ണം ഇങ്ങനെ പൊട്ടാത്ത ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കണത്. തുറന്നു നോക്കണേ. അതിൻ്റെ ഉള്ളിൽ മൊത്തം ചെളിയായിരുന്നേ. കക്ക അതിനകത്ത് കണ്ടില്ല കേട്ടാ അല്ലേ. കക്ക അതിനകത്ത് ഉണ്ടായില്ല, നമ്മൾ കാണാത്തല്ല, കക്ക അതിനകത്ത് ഉണ്ടായില്ല. പക്ഷേ ഇത് പൊട്ടിക്കാനും പറ്റണുണ്ടായില്ല. എന്നിട്ട് ലാസ്റ്റ് കത്തിയും കൊണ്ട് പൊളന്ന് നോക്കിയപ്പോൾ നിറയെ ചെളി. അതിനകത്തുനിന്ന് ഇതിനകത്തോട്ട് ഈ ചെളി ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. കഴുകിയതിൻ്റെ മിസ്റ്റേക്ക് അല്ലായിരുന്നു എന്നാണ് തോന്നണേ. അതെ, എന്നിട്ട് നമ്മളതിനെ വീണ്ടും ഒരു 5-6 തവണ ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടാണ് ഇങ്ങനെ, എന്താ പറയണേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അലമ്പി കഴുകിയെന്ന് പറയും. ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേറെ വല്ലതാണോ എന്നൊക്കറിയാം. അപ്പം ഞാൻ നല്ലോണം അതിനെ ഇങ്ങനെ കഴുകിയെടുത്ത് പിന്നെയും വെള്ളത്തിലോട്ടിട്ട് കുറേ പ്രാവശ്യം കഴുകുമ്പോൾ ഈ കളറ് വരും കേട്ടോ. അത് അഴുക്കൊന്നല്ല, ഈ കക്ക നമ്മൾ കഴുകുമ്പോൾ അങ്ങനെ തന്നെ വന്നത്.
എന്നിട്ട് ഇനി നമുക്ക് അതിനെ ചെളിയൊക്കെ കുത്തി കളഞ്ഞിട്ട്, കുത്തിയല്ല ഞെക്കി കളഞ്ഞിട്ട് സാധാരണ കക്ക ഉണ്ടാക്കണ പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് മസാലയൊക്കെയാണോ ഇടേണ്ടതെന്ന് വെച്ചാൽ അതിട്ടുണ്ടാക്കാം. അതിന് പ്രത്യേകിച്ച് മസാലയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുതെ കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കണ്. ഇതേ കണ്ട, ഇത് ഞെക്കാനും സുഖമാണ്. മറ്റേ കക്ക ഞെക്കണ പോലെ അത്ര പാടൊന്നുമില്ല. മറ്റേത് ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ പശ പോലെ ഒട്ടും, ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് നമുക്കതിങ്ങനെ ഉണ്ടാകും. ഇതിന് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഫ്രഷ്, ഞെക്കുമ്പോൾ ആ സാധനം മാത്രം, അവിടെ അഴുക്ക് മാത്രം പോകും, ബാക്കി നമ്മൾ എടുക്കണ്. പിന്നെ അതുപോലെ വേവിക്കുമ്പോഴും അതേ കേട്ടോ, മറ്റേതിങ്ങനെ കുറച്ച് കുറയല്ലേ, നമ്മളിപ്പോൾ എടുക്കണതിൻ്റെ പകുതിയാകും. പക്ഷേ ഈ കക്ക അങ്ങനെ കുറയണില്ല. ഇത് 2 തരം കക്ക ഉണ്ടെന്ന്, വെള്ളക്കക്കയും കറുത്ത കക്ക. ഇത് കറുത്ത കക്കയായിരുന്നു കേട്ടോ. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കക്കയുടെ പോലും ഒന്നുമല്ല, നല്ല ഫ്രഷല്ലേ, നല്ലതായിരുന്നു. അതുകൊണ്ട് നമ്മളതിനെ ഇങ്ങനെ നല്ല ഞെക്കി പീച്ചി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. നല്ലതായിട്ട് കഴുകണം കേട്ടോ. ഞെക്കി എടുത്തതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകണം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ അറ്റത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്തോട്ടാവും. പിന്നെ അത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കും. ഹോട്ടലുകാരൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞെക്കാറൊന്നുമില്ല. ഞാൻ എന്ത് ചെറിയ കക്കയാണെങ്കിലും കുത്തി പിടിച്ചിരുന്ന് ഞെക്കിയെടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ അടുപ്പത്ത് വെച്ച്, അപ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ വന്നുണ്ട് കേട്ടോ. വെച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഞാനതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പിട്ട്. ഒത്തിരി ഉപ്പിടരുത് കേട്ടോ, അതിന് ഒരു കുറച്ച് ഉപ്പ് ഇതിനുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ സാധാരണ ഉപ്പിടണ പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂടിപ്പോകും. ഇതിനൊരു ഉപ്പ് രസമുണ്ട്. എന്നിട്ട് നമ്മളതിനെ മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടോ, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇടണത്. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് സവാള ഇട്ട് വഴറ്റി, അത് കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ചേക്കട കക്ക അതിനകത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പെരുംജീരകത്തിൻ്റെ പൊടി ഇത്തിരി ഇട്ടിട്ടോ. അങ്ങനെ നല്ല നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ നമുക്കിടാം. ഞാൻ ഇച്ചിരി പെരുംജീരകം ഇടുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് വരും. ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനം കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതേ നമ്മൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടിക്കുമ്പം ഒരു മുറിയാൻ ഇത്തിരി പാടുണ്ടാകും. അതുകൊണ്ട് ഒത്തിരി ഫ്രൈ ആക്കണ്ട, ചവയ്ക്കാൻ പാടായിരിക്കുള്ളൂ. നമ്മുടെ അടിപൊളി കക്ക ഫ്രൈ എങ്ങനെയുണ്ട്?